വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകി വിൽപ്പനക്കാരനിൽ നിന്ന് പണവും ലോട്ടറികളും തട്ടിയെടുത്തുവെന്നൊരു പരാതി വരികയാണ്. ഷൊർണൂർ സ്വദേശി AK വിനോദ് കുമാറാണ് തട്ടിപ്പിന് ഇരയായത്. സംഭവത്തിൽ ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഞാൻ ഇന്നലെ ലോട്ടറി ആയിട്ട് വരുമ്പോൾ മെറ്റലിൻ്റെ അടുത്ത് ഒരാൾ വണ്ടി തിരിച്ചു വന്നിട്ട് 12 ടിക്കറ്റ് ആദ്യം തന്നു. 500 രൂപ ഉണ്ട് തന്നെ. അവസാനം എൻ്റെ അടുത്ത് അത്രയും ടിക്കറ്റിന് കാശ് ബാക്കി ടിക്കറ്റ് കൊടുക്കാനില്ലായിരുന്നു. 5 ബമ്പറും കൊടുത്ത് 2 സെറ്റും. അപ്പോൾ 3950 രൂപ നഷ്ടമായിരിക്കും. എന്താ കാരണം നഷ്ടം? ടിക്കറ്റ് വ്യാജ ടിക്കറ്റ് തന്നിട്ട്. ഗോകുൽ VS വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ, ഒരു ലോട്ടറി വിറ്റ് ആ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തെ എങ്ങനെയാണ് തട്ടിപ്പിന് ഇരയാക്കിയത്? എങ്ങനെയാണ് ഈ വ്യാജ ലോട്ടറി എത്തുന്നത്? അതായത് വ്യാജമായി തയ്യാറാക്കിയ, അതായത് സാധാരണ സർക്കാർ ഇറക്കുന്ന ലോട്ടറി അല്ലാതെ തയ്യാറാക്കിയ ഒരു ലോട്ടറി നൽകിയാണ് ഈ പാവം മനുഷ്യനെ പറ്റിച്ചത്. ഏകദേശം 4000 രൂപ തനിക്ക് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരാൾ ഇയാളെ സമീപിച്ചത്. ഇത്തരത്തിൽ ഈ ലോട്ടറിക്ക് പ്രൈസ് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ലോട്ടറി വിൽപ്പനക്കാരൻ അത് നോക്കുന്നു, നമ്പർ ഒത്തു നോക്കുന്നു. അപ്പോൾ കൃത്യമാണ്, അതിന് പ്രൈസ് ഉണ്ട്. അങ്ങനെ 4000 രൂപ നൽകാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിനുള്ള പണത്തിന് തുല്യമായിട്ടുള്ള 3600 രൂപയുടെ ടിക്കറ്റും 350 രൂപയുമാണ് നൽകിയത്. ഈ പകരം കിട്ടിയ പ്രൈസ് അടിച്ച ടിക്കറ്റ് മാറ്റാൻ ചെന്നപ്പോഴാണ് ഇത് വ്യാജമാണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് മറ്റേതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ വ്യാജമായി പ്രിന്റ് ചെയ്ത ലോട്ടറിയാണ് ഈ കച്ചവടക്കാരന് ലഭിച്ചത്. ഇയാൾ അത് ഏതായാലും ഈ വിഷയം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് ഏതായാലും അന്വേഷിക്കുന്നുണ്ട്. ഇത് വെച്ച് മാത്രം ജീവിക്കുന്ന, വളരെ ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ലോട്ടറി കച്ചവടക്കാരനെയാണ് ഏതായാലും വലിയ രീതിയിൽ വഞ്ചിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതെങ്ങനെ പ്രിന്റ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വ്യാജ ലോട്ടറികൾ ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി കൂടുതൽ പരിശോധന നടത്തേണ്ടതാണ്.